But this was really a dream of mine, and the fact that മേജർ രവിക്ക് കണക്കിന് കൊടുത്ത് വിസ്മയ മോഹൻലാൽ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. തെറ്റിദ്ധരിച്ചവരെയൊന്നും മാറ്റാൻ കഴിയില്ല. വിവാദങ്ങളിൽ നിലപാട് പറഞ്ഞ വിസ്മയ മോഹൻലാൽ പറഞ്ഞ അഭിപ്രായം മാറ്റമില്ല. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. കുട്ടികളൊക്കെ വലുതായി സാറേ, അവർ അവരുടെ അഭിപ്രായം പറയട്ടെ. സോഷ്യൽ മീഡിയയിൽ വന്ന് വിഡിത്തം പറയുമ്പോൾ ആലോചിക്കാം. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. CJP സമരത്തെ പിന്തുണച്ചതിന് വിസ്മയ മോഹൻലാലിനെതിരെ മേജർ രവി സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. ഇതിനുള്ള മറുപടിയായിട്ടാണ് വിസ്മയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്. മകൾ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു എന്ന് മോഹൻലാലും സുചിത്രയും പറഞ്ഞു. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കും. ലാലേട്ടനും മേജർ രവിയും സുഹൃത്തുക്കളാണ്. നിരവധി സിനിമകൾ ലാലേട്ടനെ വെച്ച് പടുകുയിലേക്ക് ചാടിച്ച ആളാണ് ഈ മേജർ രവി. അന്ന് ഫാൻസുകാർ ഊക്കിവിട്ടതാണ്. ഇപ്പോഴത്തെ മകളും അച്ഛനെയും സഹോദരന്റെയും പാതയിലൂടെ സിനിമയിലേക്ക് ചുവടുവെക്കുകയാണ് വിസ്മയ മോഹൻലാൽ. നടി എന്ന നിലയിൽ സ്വയം അടയാളപ്പെടുത്താനുള്ള യാത്ര ആരംഭിക്കും മുമ്പ് തന്നെ വ്യക്തി എന്ന നിലയിൽ വിസ്മയ സ്വയം അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും മേജർ അണ്ണൻ വീണ്ടും തേഞ്ഞു. കൂട്ടുകാരന്റെ മകളൊക്കെ വലുതായി പഴയ കാര്യം പറഞ്ഞു പോയാൽ നല്ല ഊക്ക് കിട്ടും.